വേൾഡ് ഫേമസ് ആയ 2 ഡിഷുകൾ ഐക്കോണിക് ലൊക്കേഷനിൽ പോയി കഴിച്ചിട്ട് ഇതൊന്നും അറിയാതെ നാട്ടിൽ വന്ന ഞങ്ങളുടെ അവസ്ഥയാണ് നിങ്ങൾ ഇത് കാണാൻ പോകുന്നത്. മലേഷ്യയിലുള്ള പെറ്റലിംഗ് സ്ട്രീറ്റിലാണ് ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഫുഡ് കഴിക്കാൻ. ഈ കടയിലാണ് ഏറ്റവും തിരക്കട്ട. എന്തോ സോയ് മിൽക്കാണ്, ഇതെന്തോ അറിയപ്പെടുന്ന കട കേട്ടാ. ഇതാണ് ഇവിടുത്തെ റേറ്റ് വരുന്നത്. എന്തായാലും ഭയങ്കര അറിയപ്പെടുന്നതാണ്. ഇവിടെ എന്തോ പുഡിങ് ഉണ്ട്, ആ പുഡിങ് ഭയങ്കര അറിയപ്പെടുന്ന സാധനമാണ്. എല്ലാവരും അത് കഴിക്കുന്നുണ്ട്. ഈ സാറിന് എന്തായാലും ഫേമസാണ്. ഒരെണ്ണം മേടിച്ച് കഴിച്ച് നോക്കാം, എങ്ങനെയാണ് നോക്കാം. ആ പുഡിങ്ങാണ് എല്ലാവരും ഇവിടെ മേടിക്കണം, അതൊന്ന് മേടിച്ച് നോക്കാം. ആ പുഡിങ് ഒന്ന് വാങ്ങി നോക്കാം. പുള്ളി തവണ എടുക്കുന്നത് ഈ സാധനം എല്ലാവരും ഇവിടെ മേടിക്കണത്. ഇതിൻ്റെ പാലും ഉണ്ടെന്ന് തോന്നുന്നത്. പുഡിങ്ങും ഉണ്ട്, പാലും ഉണ്ട്. കേട്ടോ, ഇത് രണ്ടും കൂടി ഇട്ടുള്ളൊരു സാധനം. അത് സോയ മിൽക്ക് ഇടും, അങ്ങനെ എന്തോ പരിപാടിയാണ്. താങ്ക് യു. 2 റിങ്കറ്റും 80 സെൻറ്റും ആണ് ഇവിടുത്തെ സാധനത്തിന്. പൈസ കേട്ടോ, എൻ്റെ 5 റിങ്കറ്റായിട്ടുള്ള 280 ആണ് ഇവിടെ വരുന്നത്. ആ സ്കില്ല് കണ്ടറിയാം പുള്ളി കുറേ വർഷങ്ങളായിട്ട് ചെയ്യണമെന്ന്. താങ്ക് യു. ഞാൻ ഇവിടെ നിന്ന് കുടിച്ചു. അടിപൊളി സാധനം, അധികം മധുരമില്ല. പൊളി സാധനം. മധുരം അധികം ഇഷ്ടമില്ലാത്തവർക്ക് ഭയങ്കര ഇഷ്ടവും. വെരി ഗുഡ്, വെരി ഗുഡ്. എന്തോ കപ്പലണ്ടി പൊടി പോലത്തെ ഒരു സാധനം എല്ലാവരും മേടിക്കുന്നുണ്ട്. ഇതെന്താണോ? പക്ഷെ ഇവിടത്തെ ഈ സോയ മിൽക്കാണ് ഏറ്റവും ഫേമസ്. പുള്ളി 50 വർഷമായിട്ട് അങ്ങനെ ചെയ്യണതാ. ഇവര് ഫേമസ്. അതേയുള്ള ന്യൂസ് പേപ്പറിലൊക്കെ മൊത്തം വന്നിട്ടുണ്ട്. എന്താന്നൊരു പിടുത്തമില്ല. പല ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇത് സ്റ്റിക്കി റൈസ് ആൻഡ് പീനട്ട്സ് വരുന്ന സാധനമാണ്. അത് ഇങ്ങനെ ഇഷ്ടമുള്ള ഫ്രൂട്ട് ജെല്ലിയുടെ മുകളിൽ കവർ ചെയ്യണതാണ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കടയാണ് കേട്ടോ. ഇത് ഈ അമ്മോസിയുടെ ആണ് റെസിപ്പിയൊക്കെ. ഇത് ഞാൻ തിരിച്ചു വന്നൊരു ട്രൈ ചെയ്യട്ടെ. ഇപ്പം എൻ്റെ വയറ് ഫില്ലായി പോയി. ആ മറ്റേ സാധനം കുടിച്ചപ്പോൾ എൻ്റെ വയറ് ഫില്ലായി. അതുകൂടാണ്ട് ഞാനൊരു ജ്യൂസ് കുടിച്ചായിരുന്നു, ആ പറ്റിയത്. അപ്പോൾ തിരിച്ചു വന്നോട് ഞാൻ ട്രൈ ചെയ്യട്ടെ. ആ സോയ് പുഡിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അമ്മക്കും ഇഷ്ടപ്പെട്ടു, ബാക്കിയുള്ളവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനമാണെന്ന് തോന്നാനില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് മധുരം കുറവുള്ള സാധനങ്ങളാണ് ഇഷ്ടം. ഇവർക്ക് എല്ലാവർക്കും ഇപ്പോൾ അനുഭവിക്കൊക്കെ മധുരമുള്ളതാണ് ഇഷ്ടം. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ എല്ലാവരും ഇത് വാങ്ങിക്കണ്ടിട്ടുണ്ട്. ചെസ്റ്റ് നട്ട് ഉണ്ടാക്കുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ ഫിഷ് ബോളിങ് സൂപ്പ് ലക്സ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഈ സൂപ്പി ടൈപ്പ് സാധനങ്ങൾ എപ്പോൾ കണ്ടാലും റാമൻ സ്റ്റൈലിൽ സാധനം കണ്ടാൽ എനിക്ക് ഭയങ്കര വീക്ക്നെസ്സാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇവിടെ ഒന്ന് കയറി നോക്കാമെന്ന്. നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും നല്ല തിരക്കുള്ള റെസ്റ്റോറൻറ്റുകൾ നോക്കി കയറാൻ പ്രിഫർ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ അറിഞ്ഞിരുന്നില്ല ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബിലൊക്കെ വളരെ ഹിറ്റായിട്ടുള്ളൊരു ലൊക്കേഷനാണ്. ആ ചേട്ടന്മാർ ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത് തന്നിട്ടാ. ഇവിടെ പോർക്ക് ഉണ്ടെന്ന്, പിന്നെ ഒന്നും നോക്കാനില്ല, നമ്മൾ പോർക്ക് കഴിക്കണേ. ഇതിനകത്തേക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട് പുറകിലേക്ക്. ഇവിടുത്തെ മെയിൻ സാധനം എന്താണെന്ന് അറിയാമോ? പോർക്കും ഫിഷും. പക്ഷേ ഇവർക്ക് ഫിഷും പോർക്കും വേണ്ടെന്ന്. അപ്പം ഞങ്ങൾ പോർക്കിൻ്റെ ഡിഷ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ നമുക്ക് കറി ലക്സ പോർക്ക് 1/2 ആക്കി തരാമെന്ന്. ഇവിടെ നൂഡിൽസ് സെലക്ട് ചെയ്യുക. യെല്ലോ കളർ വീറ്റ് നൂഡിൽസ് വേണോ വൈറ്റ് കളർ റൈസ് നൂഡിൽസ് വേണോ എന്നാണ് അവർ ചോദിച്ചത്. എന്തോ ഒരു പ്രത്യേക ഡ്രിങ്ക് ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പോക്ക് ലക്സ. പോർക്ക് സ്കിന്ന്, ഫിഷ് കേക്ക്, കുറേ സംഭവങ്ങളുണ്ട്. എല്ലാം കൂടിയാണിത്. ഓക്കെ, വേഗം എടുത്തിട്ടോ. വേഗം ഇട്ടില്ലെങ്കിൽ തെറിച്ചു പോകും. ഓക്കെ ഓക്കെ.
ഇതാണ് പോർക്ക് സ്കിൻ. ഇതിനകത്ത് ഫിഷ് സോസും ഫിഷിന്റെ കുറച്ച് ഇതും വരുന്നുണ്ട്. അതാണ് ആ ഒരു ഫിഷ് ഫ്ലേവർ വരുന്നുണ്ട്. കണ്ടപ്പോ അല്ലെങ്കിൽ മണത്തപ്പോ ഇത് പറഞ്ഞ ആളാണ് ഇപ്പൊ ഞാൻ വന്ന് കഴിക്കണത്. ഇതൊരു രക്ഷയില്ല, കിഡിലും സാധനം. ഫോർക്ക് കിട്ടിയില്ല, ഇവിടെ എല്ലാരും ചോപ്സ്റ്റിക്സാ ഉപയോഗിക്കണത്. ഫോർക്ക് ചോദിച്ചു മേടിക്കണം. ഫോർക്ക് ചോദിക്കട്ടെ ഏട്ടാ, ഫോർക്ക് കിട്ടിയേട്ടാ. നൂഡിൽസ് ഒന്നും ഒരു രക്ഷയില്ല, കിഡിലെ നൂഡിൽസാണ് ഞാൻ തുടങ്ങുന്നത്. എങ്ങനെയാണോ നൂഡിൽസ് ഉണ്ട്, എന്ത് ക്വാളിറ്റിയാണ് നോക്ക്. റോഡ് സൈഡ് ഫുഡാണ്, അതിൻ്റെ ക്വാളിറ്റി നോക്ക്. ഇതാ പെൺകുട്ടി കുടിക്കണ ആ ഡ്രിങ്കില്ലേ, അത് ഞാൻ പറഞ്ഞു ജെല്ലി എന്തോ സാധനം കുടിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. കുളിക്കാൻ അത് ഉണ്ടാക്കണേ. അപ്പോൾ ആ ഡ്രിങ്ക് വന്നിട്ടുണ്ട് കേട്ടോ, കുടിച്ചു നോക്കട്ടാ എങ്ങനെയുണ്ടെന്ന് നോക്കും. എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മുടെ ജ്യൂസ് ഒന്ന് കുടിച്ചു നോക്കട്ടെ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഇപ്പോൾ പ്രത്യേക ടേസ്റ്റ്. എന്താണെന്ന് എനിക്ക് പറഞ്ഞാൽ അറിയില്ല. സെൻഡോൾ പോലത്തെ ഒരു സാധനം. അപ്പോൾ 11 റിംഗിറ്റ് വേണ്ട. ഹായ്, കിഡിലും ഫുഡിട്ട് ഒന്നും പറയാനില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പോക്കൊക്കെ വേറെ ലെവൽ, ഫിഷ് കേക്ക് വേറെ ലെവൽ, എല്ലാം സൂപ്പർ. ആദ്യം നമുക്ക് മണം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ആൾ ഓക്കെ ആയി. ഇപ്പോൾ പെറ്റ്ലിംഗ് സ്ട്രീറ്റ് നമ്മൾ ഇറങ്ങണുണ്ട്. ഇവിടെ നിന്ന് നേരെ നമ്മുടെ റൂമിനെ അങ്ങോട്ട് പോകണത്. അവിടെ ആൾ വരും, നമുക്ക് ഹാഫ് ഡേ സിറ്റി ടൂർ പോകാനുള്ളതാണ്.